ഹലോ സ്നേഹങ്ങളെ, ഞാൻ മാനിയ റഹീം. നമ്മുടെ കല്ലി ഒലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ വരാം. ഓക്കെ, സ്വാഗതം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഗൂഡല്ലൂർ തൊറപ്പള്ളിയിൽ നമുക്കൊരു ഹോം സ്റ്റേ ഉണ്ട്, മാർക്കോ പോളോ ഹോം സ്റ്റേ. ഊട്ടിയിലേക്കും മൈസൂരിലേക്കൊക്കെ യാത്ര പോകുന്നവർക്ക് ഒരു ഇടത്താവളമാണ്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. വളരെ കുറഞ്ഞ റെൻറ്റേ ഉള്ളൂ. താല്പര്യമുള്ളവരെ ഈ കാർഡിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. എറണാകുളം നോർത്തിൽ നിന്ന് ആദ്യത്തെ ബസ്സിന് തന്നെ ഞാൻ പുറപ്പെട്ടു. മറൈൻ ഡ്രൈവിൽ നിന്നും സാഗരറാണി ഷിപ്പിൽ കയറി നമ്മൾ വരുമ്പോൾ കാണുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ബസ് പോന്നു തുടങ്ങുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിലും ഇപ്പോൾ ബസ്സിൽ ഒരുവിധം ആളുകളൊക്കെ ഫുള്ളായി തുടങ്ങി. വളരെ മനോഹരമായ സ്ഥലമാണ്. ഇവിടെ ഒരു 10 സെൻറ്റ് സ്ഥലവും ഒരു വീടും ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടുന്ന് മീൻ പിടിച്ച് വിറ്റ് ജീവിച്ചേനെ. അങ്ങനെ ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചിയിലെത്തി. എന്നെപ്പോലെ ഒറ്റക്ക് വന്ന വേറെയും ആളുകൾ അന്തം വിട്ട് എവിടെ പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചീനവലകളാണ്. അത് പൊക്കിയെടുക്കുന്നതിന് മുമ്പ് കാലത്ത് നേരത്തെ ഇവിടെ എത്തിയാൽ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അത് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ എത്തിയപ്പോഴേക്കും വലകളൊക്കെ എല്ലാവരും പൊക്കിയെടുത്തിരുന്നു. ഒരു കപ്പലിങ്ങനെ കടന്നു പോകുന്നുണ്ട്. അത് നേവിയുടെ ആണെന്ന് തോന്നുന്നു, അതിൻ്റെ കളറൊക്കെ കണ്ടിട്ട്. എന്തായാലും ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. ഇനിയും ഞാൻ വരുന്നുണ്ട്. തോണിക്കാരൊക്കെ മീൻപിടുത്തം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. അവരൊക്കെ വലയിൽ നിന്ന് മീനിനെ വേർതിരിച്ചെടുത്ത് തോണിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഞണ്ടിനെ മാത്രം പിടിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ തോണികളിലൊക്കെ കൂടുതലും ഞണ്ടുകളാണ് കാണുന്നത്. അപ്പോൾ ഇവരൊക്കെ ഞണ്ടുകളെ പിടിക്കുന്ന സ്പെഷ്യൽ ആളുകളാണ്, അല്ലെങ്കിൽ അതുപോലുള്ള അതിനായിട്ടുള്ള പ്രത്യേക തോണികളാണെന്നൊക്കെ തോന്നുന്നു. തോണികളല്ല, അതിന് പ്രത്യേകമായിട്ടുള്ള വലകളാണ് തോന്നുന്നു. ചാകരമൊന്നുമില്ല. ഞണ്ട് കുറേ പേർക്ക് കുറേ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് ഞണ്ട് ചാകരയാണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവർ പറയുന്നത് ചാകരയൊന്നും അല്ല എന്നാണ്. ഈ അവർ ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് തോന്നുന്നു വീട്ടിൽ നിന്ന്. അവർക്കും കുറേ ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. വലിയൊരു തെരണ്ടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ രാവിലെ നേരത്തെ എത്തിയാൽ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നവർ വളരെ നേരത്തെ എത്തിയാൽ ജീവനുള്ള മീനുകളെ കടലിൽ നിന്നും കായലിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കാണാൻ പറ്റും. മീനുകളെ വലയിൽ നിന്ന് വേർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ലേലമാണ്. ഇനി നമ്മൾ പോകുന്നത് ലേലപ്പുരയിലേക്കാണ് കേട്ടോ. 3 രൂപ, 3 രൂപ, 3 രൂപ, 3 രൂപ, 3 രൂപ, 200, 3 രൂപ, 3 രൂപ, 3 രൂപ. ഈ ലേലം വിളിക്കുന്ന ആള് നമ്മുടെ സക്കീർ അലി ബായി ആണെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു. 200 രൂപ, 3 രൂപ, 4 രൂപ, 4 രൂപ, 2000 രൂപ, 2000 രൂപ, 340, 3 മുക്കാല്,
മൂന്നേ മുക്കാല് 4 രൂപ 4 രൂപ 4 850 850 9 രൂപ 9 രൂപ 4 രൂപ 400 രൂപ 7 ചെക്കോ 3 രൂപ 3.5 4 രൂപ 4 രൂപ 4 5 രൂപ 4 അപ്പം ഞാൻ ചീനവലയുടെ മുകളിൽ കയറി അവിടെ നിന്നുള്ള എല്ലാ ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമാണ് ഇവിടെ കാണാനുള്ള, നല്ല എന്താ രസം. അപ്പോൾ ഇതാണ് മനോഹരമായ ഫോർട്ട് കൊച്ചി. ഞാൻ എൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അതിനിടയിൽ ഒരു കപ്പൽ വേറൊരു ബോട്ടിനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഡീസൽ കഴിഞ്ഞിട്ടുണ്ടാവും. കായലിൽ പെട്രോൾ പമ്പ് ഇല്ലല്ലോ. പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്, ഇത് ഓടണമെങ്കിൽ എന്തായാലും ഡീസലോ പെട്രോളോ എന്താണെങ്കിലും അത് വേണം. പക്ഷെ എന്നാലും അത് ആ ടാങ്ക് ഇങ്ങോട്ട് വറ്റി ഉണങ്ങിയിട്ടേ നമുക്കത് അടിക്കാൻ താല്പര്യമുള്ളൂ. അങ്ങനെയാണെന്നില്ല, ഞാനൊരു തമാശ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, കാണണം.